ഫീമെയിൽ പാറ്റേൺ ബോൾനെസ് വരാനുള്ള റീസൺസ് ഒത്തിരിയാണ്. കാരണം ഹോർമോണൽ ഇഷ്യൂസ് വരാം, അതുപോലെ തന്നെ സിവിയർ ഡിസീസസ്, ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ്, അങ്ങനത്തെ ഒത്തിരി കണ്ടീഷൻസ് വരാം. പിന്നെ നമ്മുടെ ബ്ലഡിൻ്റെ കുറവ്, നമ്മൾ കൂടുതലും ഫീമെയിൽസ് എന്ന് പറയുന്നത് മന്ത്ലി മെൻസ്ട്രേഷൻ വരുന്നതാണ്. അപ്പം ബ്ലഡ് ലോസ് കാരണം നമുക്ക് സിവിയർ ബ്ലഡ് ലോസസ് കാരണം നമുക്ക് അനീമിക് ആവാറുണ്ട്. പല സ്ത്രീകളും അനീമിക്കാണ്. അപ്പം ഫെറിറ്റിൻ കണ്ടൻറ്റ് കുറയുന്നത് കാരണമൊക്കെ വരാം. അതുപോലെ തന്നെ വൈറ്റമിൻ D3 കൂടുതലും ലേഡീസ് വീട്ടിൽ ജോലി ചെയ്യുന്നവരാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഇൻസൈഡ് വർക്ക് ചെയ്യുന്നവരാണ്. പുറത്ത് വർക്ക് ചെയ്യുന്നവർ വളരെ റെയറാണ്, കുറവാണ്. പണ്ടുള്ളവർ നമ്മുടെ കൃഷിയും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ വെളിയിലിറങ്ങി ജോലി ചെയ്യുന്നത് വളരെ കുറവാണ്. അപ്പോൾ വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി ഒത്തിരി പേരിൽ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ PCOD, അതുപോലെ തൈറോയിഡ്, ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ്, അങ്ങനെ ഒത്തിരി റീസൺസ് ഉണ്ട് ഫീമെയിൽ പാറ്റേൺ ബോൾനെസ് വരുമ്പോൾ. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് എന്താണ് റൂട്ട് കോസ് എന്ന് കണ്ടുപിടിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല എഫക്റ്റീവ് ആയിരിക്കും. ഹെയർ നമ്മൾ തിരിച്ച് റെസ്റ്റോർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. GFC, PRP, എക്സോം GFC എന്ന് പറയുന്ന ഒത്തിരി ട്രീറ്റ്മെൻറ്റ്സ് ക്ലിനിക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ്.